ആയാറാം ഗയാറാം അഥവാ കൂറുമാറ്റവും കാലുമാറ്റവും മുന്നണി മാറ്റവും ഒക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിവാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് പതിവായി കണ്ടുവരുന്നതുമാണ്. ബീഹാറിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ സമീപകാലത്ത് ഒരു 10 വർഷം ഉദാഹരണമായി എടുത്താൽ 5 തവണയാണ് മുന്നണി മാറിയത്. ഒരുപക്ഷെ നമ്മൾ കേരളത്തിലൊക്കെ ഓരോ 5 വർഷം കഴിയുമ്പോഴും മുന്നണികൾ മാറി മാറി ഭരണത്തിലെത്തുന്നത് കാണാം. ബീഹാറിലും അതേ സാഹചര്യമാണ്. പക്ഷേ ഇവിടെയൊക്കെ ബഹുഭൂരിപക്ഷം സമയവും മുഖ്യമന്ത്രിയായിരുന്നത് നിതീഷ് കുമാർ തന്നെ. പക്ഷേ മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന കൗതുകം മാത്രമാണ്. ഇനി ഈ കാലുമാറ്റവും അഥവാ കൂറുമാറ്റത്തിന്റെയും മുന്നണി മാറ്റത്തിന്റെയും ഒക്കെ ഒരു തുടക്കം, അല്ലെങ്കിൽ സമീപകാലത്തെ തുടക്കം 2014 2010 അധികാരത്തിലെത്തിയ NDAയുടെ പിന്തുണയോടുകൂടി നിതീഷ് അധികാരത്തിലെത്തുകയും അത് 2014 എടുക്കുമ്പോൾ, 4 വർഷം എടുക്കുമ്പോൾ ആ ബന്ധം, അതായത് BJPയുമായുള്ള NDA സഖ്യവുമായുള്ള ബന്ധം നിതീഷ് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് കുറച്ചു കാലം, ഒരു മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത കോൺഗ്രസും RJDയുമായി ചേർന്ന് മഹാഗഠബന്ധൻ മുന്നണിയിലേക്ക് എത്തുകയും അവിടെ 2015 തിരിച്ച് വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തുകയും ചെയ്യുന്നു. ഇനി 15 അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുന്നു. 15 അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ മഹാഗഠബന്ധൻ സഖ്യത്തിന്റെ ഭാഗമായി അധികാരത്തിലെത്തിയ നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു. ആ ബന്ധവും അധികകാലം നീണ്ടുപോയില്ല, 2 വർഷം മാത്രമാണ്. 2017 അടുത്ത ചാട്ടം അഥവാ അടുത്ത കാലുമാറ്റം അഥവാ അടുത്ത കൂറുമാറ്റം വരുന്നു. 2017 മഹാഗഠബന്ധൻ സഖ്യം വിട്ട് നിതീഷ് വീണ്ടും NDA മുന്നണിയുടെ ഭാഗമാവുന്നു, NDA മുന്നണിയുടെ ഭാഗമാവുന്നു, വീണ്ടും മുഖ്യമന്ത്രിയുമാകുന്നു. അങ്ങനെ 2020 വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത്. 2020 അദ്ദേഹം NDA പിന്തുണയോടെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുകയാണ് ഉണ്ടായത്. 2020 കഴിഞ്ഞ് വെറും 2 വർഷം മാത്രമേ ആ ബന്ധവും നീണ്ടുപോയുള്ളൂ. 2 വർഷം കഴിഞ്ഞതോടുകൂടി NDA സഖ്യം വിട്ട് അദ്ദേഹം വീണ്ടും മഹാഗഠബന്ധൻ സഖ്യത്തിലേക്ക് വരുന്നു. RJDയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ പിന്തുണയോടുകൂടി അടുത്ത തവണയും മുഖ്യമന്ത്രിയായി, അടുത്ത ടേണിലും മുഖ്യമന്ത്രിയായി അദ്ദേഹം എത്തുന്നു. ആ ബന്ധവും അധികകാലം നീണ്ടുപോയില്ല എന്നതാണ് സമീപകാല ചരിത്രം സൂചിപ്പിക്കുന്നത്. 2024, അതായത് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന ഈ ഘട്ടത്തിൽ 2024 ജനുവരി അടുത്തപ്പോൾ ആ ബന്ധവും നീണ്ടുപോയില്ല. വീണ്ടും തിരികെ മഹാഗഠബന്ധൻ സഖ്യം വിട്ട് NDAയിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് നിതീഷ് കുമാർ. ബീഹാർ രാഷ്ട്രീയം കലുഷിതമായ രസകരമായ ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് കാത്തിരിപ്പ്.